ഡിഫറൻസിയേഷൻ ഫോർ ഫിസിക്സ്. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ വെലോസിറ്റി, സ്പീഡ്, ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു. അതിൻ്റെ കൂടെ വെലോസിറ്റി പഠിച്ചുകൂടെ പഠിക്കേണ്ടതായ ഒരു ഭാഗമായിരുന്നു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എത്രമാത്രം വെലോസിറ്റി ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഒരു സ്മോൾ ഡിസ്റ്റൻസ് സ്മോൾ ടൈം തന്നാൽ എത്രമാത്രമാണ് വെലോസിറ്റി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ പ്രോബ്ലം വഴി ചെയ്യണമെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പാർട്സ് ആവശ്യമാണ്. കുറച്ച് ഫോർമുലാസ്, ബേസിക് ഫോർമുലാസ്, സിമ്പിൾ ബേസിക് മാത്രം മതി, അത് നമുക്ക് ഫിസിക്സിലേക്ക് ആവശ്യമാണ്. അപ്പം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലേക്കും ഫിസിക്സിലേക്ക് ആവശ്യമുള്ള മാത്സിലെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അതാണ് ആദ്യം ഇവിടെ പറയുന്നത്, ഡിഫറൻസിയേഷൻ ഫോർ ഫിസിക്സ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ടൂള് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഡിഫറൻസിയേഷൻ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഒരു ഗ്രാഫ്, സപ്പോസ് ഇത് എക്സ്, ദിസ് ഈസ് വൈ, ഒരു എക്സ് വൈ ഗ്രാഫ്. ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, എക്സ് വൈ ഗ്രാഫ്. ഈ എക്സ് വൈ ഗ്രാഫിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെ വരയും? ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കും. ദിസ് വാല്യൂ ഈസ് വൈ, ദിസ് വാല്യൂ ഈസ് എക്സ് ആണല്ലോ. ഇവിടെ കിട്ടുന്ന വൈ വാല്യൂ, അതായത് ഏതാണ്? ഇതിൻ്റെ നേരെ നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കും, ഇത് y2 ആയിരിക്കും. ഇതിന് നേരെ നമ്മൾ വരച്ച് നോക്കും, അത് y1 ആയിരിക്കും. ഈ y2 മൈനസ് y1 ആണ് ഇവിടുത്തെ y. അതേപോലെ തന്നെ എക്സിലേക്ക് നമ്മളിങ്ങനെ വരച്ച് നോക്കും, ഇത് x1 ആണ്, ഇത് s2 ആണ്. അപ്പം s2 മൈനസ് x1 എത്രയാണ്, y2 മൈനസ് y1 എത്രയാണ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ആംഗിൾ തീറ്റയാണ്. ഇവിടെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y ബൈ എക്സ് ആണല്ലോ. ഇങ്ങനെ ഒരു ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇവിടെ സ്ലോപ്പ് എടുത്താലും ഇവിടെ സ്ലോപ്പ് എടുത്താലും എവിടെ സ്ലോപ്പ് എടുത്താലും വാല്യൂസ് സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? തീറ്റ വാല്യൂ സെയിം ആയിരിക്കും. അപ്പം ഈ തീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പം ഓൾറെഡി എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഓൾസോ കോൺസ്റ്റൻ്റ്. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇങ്ങനെ ഒരു ഇത് എന്ന് പറയുന്നത് എക്സ് വൈ ഗ്രാഫാണ്. അവിടെ സ്ട്രെയിറ്റ് ലൈനാണ് എൻ്റെ ഗ്രാഫ്. എക്സ് വേഴ്സസ് വൈ ഗ്രാഫാണ്. അതിലെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മുടെ കർവ്, അല്ലെ കർവ് അല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. തീറ്റയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇനി ഞാൻ അടുത്ത വേറൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ്. ദിസ് ഈസ് വൈ, ദിസ് ഈസ് എക്സ്. ഈ ഗ്രാഫിൽ ഇങ്ങനൊരു കേർവാണ്, റൈറ്റ്. ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സ്ലോപ്പ് ഞാൻ ഇങ്ങനെ ഒരു സ്ലോപ്പ് വരയ്ക്കും. അവിടെ ഈ വാല്യൂ തീറ്റ 1 ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് വരയ്ക്കാൻ നോക്കും. ദിസ് വാല്യൂ ഈസ് തീറ്റ 2. ദെൻ എനിക്ക് ഇവിടെ വരയ്ക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കും. ദിസ് ഈസ് തീറ്റ 3 ആണല്ലോ. ഇങ്ങനെ എനിക്ക് സ്ലോപ്പ് വരയ്ക്കുമ്പം ഈ ടാൻജൻ്റ് വഴി വരച്ച് കഴിയുമ്പം എനിക്ക് കിട്ടുന്ന തീറ്റ വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് തീറ്റ വാല്യൂസ് വേരിയബിൾ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സ്ലോപ്പും എന്തായിരിക്കും? സ്ലോപ്പും വേരിയബിൾ ആയിരിക്കും. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടല്ല സ്ലോപ്പ് കിട്ടുന്നത്. സ്ലോപ്പിൻ്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. തീറ്റ 1 തീറ്റ 2 ഡിഫറൻ്റ് ആയിരിക്കും. ഒരു കർവാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ലോപ്പ് വരയ്ക്കാൻ നോക്കുമ്പോൾ തീറ്റ 1 തീറ്റ 2 തീറ്റ 3 വാല്യൂസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. ഈ രണ്ട് ഗ്രാഫ് മനസ്സിലായല്ലോ. ഇനി ഈ ഫസ്റ്റ് ഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. ഈ ഫസ്റ്റ് ഗ്രാഫിൽ ടാൻ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ് ആണ്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
വൈ ആക്സിസിലേക്ക് നമ്മളിങ്ങനെ വരച്ച് നോക്കും, അത് y2 മൈനസ് y1 ആണ്. therefore tan theta ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, s2 മൈനസ് x1. therefore ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് tan തീറ്റ ഈക്വൽ ടു y ബൈ എക്സ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ആയിരിക്കും. നേരെ മറിച്ച് ഒരു കേർവ് തന്നു കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ്, തീറ്റയുടെ വാല്യൂസ് വേരിയബിൾ ആണ്, അതുകൊണ്ട് സ്ലോപ്പും വേരിയബിൾ ആയിരിക്കും. ഇനി ഈ രണ്ട് ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇതൊരു കർവ് ഗ്രാഫ് തന്ന് ഇത് എക്സ്, ദിസ് ഈസ് വൈ, ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് എന്തോ ആകട്ടെ, ഏത് തരത്തിലിരുന്നോട്ടെ, ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് തന്നാൽ എനിക്ക് സ്ലോപ്പ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തേത് എനിക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ഈ തീറ്റയുടെ വാല്യൂസ് എല്ലായിടത്തും ഡിഫറൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ഇവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ വേരിയബിൾ ആയിരിക്കും. അങ്ങനത്തെ അവസ്ഥ വന്നു കഴിയുമ്പം ഇങ്ങനെയൊരു കേർവിൽ 1, 2 അടുത്തടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകൾ എടുക്കുകയാണ്, ക്ലോസ് പോയിന്റ്സ്. 1, 1, 1, 1 അടുത്ത് ഇത് 2 പോയിന്റ്, ഈ 1ഉം 2 ഞാൻ 2 പോയിന്റ് എടുക്കുകയാണ്, 1, 2 ക്ലോസ് പോയിന്റ്സ് ആണ്. ഈ ക്ലോസ് പോയിന്റ്സിൻ്റെ അവിടെ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക ട്രയാങ്കിൾ. ഇത് 1, ഇത് 2, ഇങ്ങനെ ഇരിക്കുക ട്രയാങ്കിൾ. ഇതെന്ന് പറയുന്നതാണ് എന്താണ് നമ്മുടെ s2 മൈനസ് x1ഉം ഇതാണ് y2 മൈനസ് y1ഉം. അതായത് ഈ 1 and 2 ഈ ഒരു കേർവ് തന്നിരുന്നാൽ അതിലെ 2 പോയിന്റ് 1ഉം 2ൻ്റെയും പ്രത്യേകതയുണ്ട്. 1 and 2 ആർ വെരി വെരി ക്ലോസ് പോയിന്റ്സ്, വെരി വെരി ക്ലോസ് പോയിന്റ്സ്, ബട്ട് നോട്ട് എന്താണ് 1 പോയിന്റ്. മനസ്സിലായല്ലോ? 1ഉം 2ഉം അടുത്തടുത്തടുത്തുള്ള 2 ക്ലോസ് പോയിന്റ്സ് ആണ്, പക്ഷേ രണ്ടും അടുത്തടുത്ത് വയ്ക്കുന്നു, പക്ഷേ ഒറ്റ പോയിന്റ് അല്ല, രണ്ടും കൂടെ കൂടിച്ചേർന്നുള്ള ഒറ്റ പോയിന്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. 1ഉം 2ഉം വെരി 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 ക്ലോസ് പോയിന്റ്സ് ആണ്. അങ്ങനെയാകുമ്പം ഈ നമുക്ക് ചെറിയ ചെറിയ ട്രയാങ്കിൾ എടുക്കാൻ പറ്റും ആണല്ലോ. ഇത് അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ആണ് y2 മൈനസ് y1, s2 മൈനസ് s1. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള 2 പോയിന്റ്സുകൾ എടുത്തു കഴിയുമ്പം ഈ y2 മൈനസ് y1ൻ്റെ വാല്യൂ 0യോടടുത്തിരിക്കും. അതേപോലെ തന്നെ s2 മൈനസ് x1ൻ്റെ വാല്യൂ 0യോട് അടുത്തിരിക്കും ആണല്ലോ. അപ്പം y2 മൈനസ് y1 ടെൻസ് ടു 0 ആകും, s2 മൈനസ് x1 ടെൻസ് ടു 0 ആകും. അങ്ങനെയാകുമ്പം നമ്മുടെ ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിട്ട് മാറും, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1. അങ്ങനെയാകുമ്പോൾ എന്തായിട്ട് മാറും, y2 മൈനസ് y1 ടെൻസ് ടു 0, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് d ബൈ ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ടെൻസ് ടു 0, ദാറ്റ് ഈസ് dx. സ്മോൾ ചേഞ്ച് ഇൻ dx ആണല്ലോ. this dy by dx is the differentiation. dy by dx means the slope of a curve. മനസ്സിലായല്ലോ? ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവിൻ്റെ സ്ലോപ്പാണ്. dy by dx is the slope of a curve, that is tan theta equal to dy by dx. എൻ്റെ ഡെഫിനിഷൻ ഇതാണ്. അതായത് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്, അതിൻ്റെ ടാൻ തീറ്റ വാല്യൂ ആണ്. ആ ടാൻ തീറ്റ എന്ന് പറയുന്നത് dy by dx ആണ്. ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രാഫിൽ ഞാൻ 2 ക്ലോസ് പോയിന്റ്സ് 1 and 2, ഈ 2 ക്ലോസ് പോയിന്റ്സിനെ വെച്ച് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇത് 1, ദിസ് ഈസ് 2, ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും വരേണ്ടത് എന്താണ്, y2 മൈനസ് y1ഉം ഈ സൈഡിൽ s2 മൈനസ് x1ഉം ആണ്.
ഈ y2 മൈനസ് അടുത്തടുത്തടുത്തുള്ള രണ്ട് പോയിന്റുകളാണ്, വെരി 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 ക്ലോസ് പോയിന്റ്സ് ആണ്. അപ്പം y2 മൈനസ് രണ്ടിൻ്റെയും ആ തൊട്ടടുത്തുള്ള y2ഉം y1ഉം തൊട്ടടുത്തുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പം y2 മൈനസ് y1 എന്ന് പറയുന്നത് 0യോട് അടുത്തുള്ള വാല്യൂ ആയിരിക്കും, എന്നാൽ 0 അല്ലതാനും. s2 മൈനസ് x1 എന്ന് പറയുന്നത് അതും 0യോട് അടുത്തുള്ള വാല്യൂ ആണ്, 0 അല്ല. അപ്പം s2 മൈനസ് x1 അങ്ങനെ എഴുതുമ്പോൾ ടെൻസ് ടു 0 എഴുതും. y2 മൈനസ് y1 ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് dy. ആൻഡ് s2 മൈനസ് x1 ടെൻസ് ടു 0 ദാറ്റ് മീൻസ് dx. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ടാൻ തീറ്റ കണ്ടാൽ എന്ത് കിട്ടും? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈക്വൽ ടു dy ബൈ dx. This tan theta equal to dy by dx. This dy by ds is the differentiation. That means differentiation is the slope of the curve. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവിൻ്റെ സ്ലോപ്പാണ്. അപ്പം dy ബൈ dx എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്ലോപ്പ് ഓഫ് ദി y വേഴ്സസ് x കർവ്. വൈയും എക്സും കൂടെ തമ്മിൽ വരയ്ക്കുന്ന കർവിൻ്റെ സ്ലോപ്പാണ് dy ബൈ dx. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? y2 മൈനസ് y1 y ബൈ എക്സ് ആണ്. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ dx. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഇങ്ങനെയും പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വേഴ്സസ് y വിത്ത് റെസ്പെക്ട് ടു x. Rate of change of y with respect to x. That is, differentiation is the rate of change of one quantity with respect to another quantity. dy by dx എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x. അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ. ഡിഫറൻസിയേഷൻ മീൻസ് എന്താണ്? It means rate of change of one quantity with respect to other. It means the rate of change of one quantity with respect to other. Differentiation is the slope of the curve ആണ്. dy by dx എന്ന് പറഞ്ഞാൽ slope of y versus x. വൈയും എക്സും വൈയും തമ്മിൽ ഗ്രാഫ് വരച്ചു കിട്ടുന്ന കർവിൻ്റെ സ്ലോപ്പാണ് dy ബൈ dx. അതെന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ dx. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അപ്പം ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ള സിമ്പിൾ ലോജിക് മനസ്സിലായല്ലോ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി കർവ്. അതെന്ന് പറയുന്നതാണ് ടാൻ തീറ്റ. ടാൻ തീറ്റയാണ് സ്ലോപ്പ് ഓഫ് ദ കർവ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് dy ബൈ dx എന്നും പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. dy ബൈ dx എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ലോപ്പ് ഓഫ് ദ കർവ് y വേഴ്സസ് x. ഇനി ഡിഫറൻസിയേഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ. dy ബൈ dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഇനി dy ബൈ dt. dy ബൈ dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y dy ബൈ dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു t. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു t. dy ബൈ dx എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ. സിമ്പിളി ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡിഫറൻസിയേഷൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി കർവ്. ഇനി
ഇല്ല, ഡിഫറൻസിയേഷനിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുകയാണ്. സപ്പോസ് y ഈസ് ഈക്വൽ ടു 5. ഈ y ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണെങ്കിൽ dy ബൈ dx വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താണ് ഈ y ഈക്വൽ ടു 5 എന്ന് പറയുന്നത്? 5 ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം y ഈസ് എ കോൺസ്റ്റന്റ് then dy by dx is equal to 0. That means dy by dx is equal to 0. That means അതിൻ്റെ അർത്ഥം എന്താണ്? tan theta equal to 0. That means theta equal to 0. അവിടെ സ്ലോപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. That is theta equal to 0. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? y ഈക്വൽ ടു 5 xy ഗ്രാഫ് എങ്ങനെ വരും? x y. ഇതിവിടെ 1 2 3 4 5. ഇവിടെ 5. y ഈക്വൽ ടു 5. ഹിയർ ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ തീറ്റ വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടാൻ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0. ദെർഫോർ y എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനർത്ഥം dy ബൈ dx ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി y ഈക്വൽ ടു 3. What is the value? dy by dx? dy by dx is equal to 0. Then y equal to 10. What is the value? dy by dx is equal to 0. Constant ഏത് വാല്യൂ തന്നിരുന്നാലും dy by dx ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ആണ് y കോൺസ്റ്റന്റ് ആണെങ്കിൽ dy by dx 0 ആയിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റ്, y ഈക്വൽ ടു x റേസ് ടു n. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് dy ബൈ dx ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഞാൻ ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിളിന് എന്ന് പറയുന്ന പോർഷൻ എടുക്കുന്നില്ല, അല്ലാതെ ഫോർമുലാസ് മാത്രമാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ഫിസിക്സിലേക്ക് ആവശ്യമുള്ള ഡിഫറൻസിയേഷനാണ് നമ്മൾ പഠിക്കുന്നത്. y ഈക്വൽ ടു എക്സ് റേസ് ടു n. അതിൻ്റെ dy ബൈ dx എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വാട്ട് ഈസ് ദ വാല്യൂ? dy ബൈ dx. dy ബൈ dx ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 മൈനസ് 1 ഈസ് 1 2x. Then next is y equal to x raised to 7. What is the value of dy by dx? dy by dx is equal to 7 into x raised to 7 minus 1, that is 7x raised to 6. Then y equal to 2x raised to 4. 2 is constant. Analo. Then dy by dx is equal to 2 into 4. 2 ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് ആണ്. അതിനെ വെളിയിലെടുക്കാം. ഒരു വെറും സിമ്പിളായിട്ടൊരു കോൺസ്റ്റൻറ്റിനെ മാത്രം തന്നാൽ മാത്രമേ dy ബൈ dx 0 ആകത്തുള്ളൂ. ഈ ഒരു ഒരു വേരിയബിളിൻ്റെ കൂടെ തന്നിരുന്നാൽ അത് 0 ആകൂല. dy ബൈ dx ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 4ൻ്റെ എങ്ങനെ എഴുതാം? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1. ഈ റിലേഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് റേസ് ടു 3. ഇനി y ഈക്വൽ ടു എക്സ് റേസ് ടു ഹാഫ്. വാട്ട് ഈസ് dy ബൈ dx? dy by dx is equal to half into x raised to half minus 1, that is equal to half into x raised to minus half, that is equal to 1 by 2 x raised to half, that is equal to 1 by 2 root x. ആണല്ലോ, 1 by 2 root x. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല ആണ്. y ഈക്വൽ ടു എക്സ് റേസ് ടു എൻ്റെ ഫോർമുല ആണെങ്കിൽ dy ബൈ dx ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ദെൻ തേർഡ് പോയിന്റ്,
y equal to x. What is dy by dx is equal to എത്രയാണ്? y equal to x. dy by dx is 1. എങ്ങനെയാണ്? dy by dx is equal to ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? എക്സിൻ്റെ പവർ 1 ആണ്. ആണല്ലോ. നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ പവർ ആണെങ്കിൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് ഫോർത്ത് ഫോർമുല y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഓൾ ഇ റേസ് ടു എക്സ് ആയിരിക്കും. y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഫിഫ്ത്ത് y ഈക്വൽ ടു ലോഗ് എക്സ് ദെൻ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഈ ഫോർമുല എല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. ആദ്യം പഠിച്ച കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0, എക്സ് റേസ് ടു n ആണെങ്കിൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, ദെൻ y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഇ റേസ് ടു എക്സ് ആയിരിക്കും. y ഈക്വൽ ടു ലോഗ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് ആയിരിക്കും. ദെൻ സിക്സ്ത് ഫോർമുല y ഈക്വൽ ടു എ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു a raised to x into log e to the base a. Example, y equal to 4x. y equal to 4x. Then dy by dx is equal to 4x into log e to the base 4. Then അടുത്ത question, y equal to 2 raised to x. That is equal to that is dy by dx is equal to 2 raised to x into log e to the base 2. Then y equal to 6x. അങ്ങനെയാണെങ്കിൽ dy by dx is equal to ഇതാണ് ഫോർമുല. dy by dx is equal to 6x into log e to the base e 6. Then y equal to e raised to x. e raised to x ആണെങ്കിൽ dy by dx is equal to എങ്ങനെയാണ്? e raised to x into log e to the base e. What is the value of log e to the base is? This value is 1. Therefore, dy by dx is equal to e raised to x. y equal to e raised to x ആണെങ്കിൽ dy by dx is also e raised to x. അങ്ങനെ നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒന്നുകൂടെ പറയാം. എക്സ് റേസ് ടു n ആണെങ്കിൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ദെൻ ലോഗ് എക്സ് ആണെങ്കിൽ 1 ബൈ എക്സ് ആണ്. ദെൻ എ റേസ് ടു എക്സ് ആണെങ്കിൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് എ. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്ത ഫോർമുലയ്ക്ക് പോവുകയാണ്. ഇതിപ്പം തന്നെ പഠിച്ചു പോകണം. എക്സ് റേസ് ടു n ആണെങ്കിൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇ റേസ് ടു എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ ഇ റേസ് ടു എക്സ് തന്നെ. ലോഗ് എക്സ് ആണെങ്കിൽ 1 ബൈ എക്സ്. എ എക്സ് ആണെങ്കിൽ എ എക്സ് ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് എ. ദെൻ അടുത്തത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ കുറച്ച് പഠിക്കണം. y ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ dy by dx is equal to cos x. Then y equal to cos x ആണെങ്കിൽ dy by dx is equal to minus sin x. Then y equal to tan x ആണെങ്കിൽ dy by dx is equal to sec square x. Then y equal to sec x ആണെങ്കിൽ dy by dx is equal to sec x tan x. Then y equal to cosec x. cosec x ആണെങ്കിൽ dy by dx is equal to minus of cosec x cot x. Then y equal to cot x ആണെങ്കിൽ dy by
dx is equal to minus cosec square x. ഇങ്ങനെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഡിഫറൻസിയേഷൻ ഉണ്ട്. y equal to sin x ആണെങ്കിൽ cos x, y equal to cos x ആണെങ്കിൽ minus sin x, y equal to tan x ആണെങ്കിൽ dy by dx c square x, y equal to sec x ആണെങ്കിൽ dy by dx sec x tan x, y equal to cosec x ആണെങ്കിൽ dy by dx equal to minus cosec x cot x, y equal to cot x ആണെങ്കിൽ dy by dx is minus cosec square x. sin x cos x, cos x minus sin x, സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുക. അതിൽ കോസിനാണ് മൈനസ് സൈൻ ഉള്ളത്. ഒന്ന് നോക്കുക, സി കൊണ്ട് തുടങ്ങുന്ന കോസ്, കൊസീക്ക്, കോട്ട്, ഡിഫറൻസിയേഷൻ്റെ കേസാണ്. കോസ്, കൊസീക്ക്, കോട്ട്, അതിനെല്ലാം മൈനസ് വരും. ബാക്കിയുള്ളതിനൊന്നും മൈനസ് ഇല്ല. ഓർത്തിരിക്കാനുള്ള മാർഗ്ഗം ഇതാണ്. കോസ്, കൊസീക്ക്, കോട്ട്, സി കൊണ്ട് തുടങ്ങുന്ന വൈ വാല്യൂ സി കൊണ്ട് തുടങ്ങുന്നത് അതെല്ലാം dy by dx എടുക്കുമ്പോൾ അവിടെ നെഗറ്റീവ് കാണും. കോസിനുണ്ട്, കൊസീക്കിനുണ്ട്, കോട്ടിനുണ്ട്. ബാക്കിയുള്ളതിനൊന്നും നെഗറ്റീവ് ഇല്ല. കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈന്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ കൊസീക്ക് എക്സും കോട്ടെക്സും ഉണ്ട്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ്. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ മൂന്നെണ്ണമാണ്. ഇതും ചോദിക്കാലെന്നല്ല, എല്ലാം ചോദിക്കും. എപ്പോഴും നമ്മൾ ഫോർമുലയിൽ കാണുന്നത് സൈനും കോസും ടാനുമാണ്. അപ്പം ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. എല്ലാം പഠിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എപ്പോഴും കാണുന്നത്. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്, കോട്ടെക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. സി കൊണ്ട് തുടങ്ങുന്ന വാല്യൂസിൻ്റെ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ട്. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ വാല്യൂസ്. നെക്സ്റ്റ് ഡിഫറൻസിയേഷനിൽ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് ഈസ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2x raised to 2 minus 1 that is equal to 2x. ഏത് ഫോർമുലയാണ്? x raised to n is equal to n into x raised to n minus 1. ഈ ഫോർമുല ഉപയോഗിച്ച് y equal to x സ്ക്വയറിനെ നമ്മൾ dy by dx equal to 2x എന്ന ആൻസർ കിട്ടും. ഇതേ തന്നെ y is equal to x സ്ക്വയർ എന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ട് dy by dr is what is dy by dr എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? dy by dr ആൻസർ is 0. എന്തുകൊണ്ടാണ്? ഈ r എന്ന് പറയുന്ന വേരിയബിൾ ഇതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് ആറിനെ വെച്ച് ഈ വൈയെ 6 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 6 എന്ന് പറയുന്ന ടേമേ ഇല്ല. അതുകൊണ്ട് dy by dr is 0. അതുപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. s is equal to t cube. What is ds by dt? ds by dt എന്ന് പറഞ്ഞാൽ എസും ടിയും ഇതിൻ്റെ അകത്ത് വേരിയബിൾ ആണ്, ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് 3 into t raised to 2 minus 1 that is equal to 3t square. x raised to n equal to n into x raised to n minus 1 എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിക്കും. Then what is ds by dx? ഇതിൻ്റെ അകത്ത് x എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. Therefore ds by dx is equal to 0. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അടുത്തത് if y is equal to sin theta. What is dy by d theta എന്ന് ചോദിച്ചാൽ ആൻസർ is cos theta. What is dy by dx എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് 0. എന്താ? വൈയും എക്സും തമ്മിൽ ഉള്ള ഡിഫറൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വൈയും തീറ്റയും ആണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. വൈയും തീറ്റയും തമ്മിലുള്ള ഡിഫറൻഷ്യൽ എടുത്താൽ മാത്രമേ കോസ് തീറ്റ ആൻസർ ഉള്ളൂ. വൈയും എക്സും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ആൻസർ ഈസ് 0. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. അടുത്തത് ഓൾജിബ്ര ഓഫ് ഡിഫറൻസിയേഷൻ. Algebra of differentiation. ഇതിൻ്റെ അകത്ത് അഡീഷനും സബ്ട്രാക്ഷനും ആണ് പറയുന്നത്. അഡീഷൻ അല്ലെങ്കിൽ
subtraction. ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. y is equal to s cube plus e raised to x plus log x minus cosec x. What is dy by dx? എന്താണ് dy by dx is equal to എസ് ക്യൂബിൻ്റെ ഓരോ ടേമിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ കാണണം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എസ് ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ്. ഡി വൈ ബൈ ഡി എക്സിൻ്റെ എക്സ് ക്യൂബ് വെച്ച് ഉള്ള ഏത് റിലേഷനാണ് ഉപയോഗിക്കേണ്ടത്? എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇവിടെ അങ്ങനെയാകുമ്പോൾ എങ്ങനെ വരും? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെ. ലോഗ് എക്സിൻ്റെ എന്താണ്? 1 ബൈ എക്സ്. കൊസീക് എക്സിൻ്റെ എന്താണ്? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസും കൂടെ ഇടുന്നു. അപ്പം കൊസീക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 3s² പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് cosec x cot x is the answer. അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ളപ്പം നമ്മൾ ഓരോ ടേമിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ടേമിൻ്റെയും ഡിഫറൻഷ്യൽ എടുക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം അതേപോലെ തന്നെയുള്ളത്. ഓൾജിബ്രയുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ള y is equal to 6x² plus 1 by root x plus 2 raised to x plus cos x minus s cube. എങ്ങനെ കണ്ടുപിടിക്കാം? dy by dx is equal to d by dx of ഓരോ ടേമിൻ്റെയും കണ്ടുപിടിക്കണം. 6s² plus d by dx of 1 by root x plus d by dx of 2 raised to x plus d by dx of cos x minus d by dx of s cube. That is equal to ഇവിടെ d by dx of 6x². 6 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലെടുക്കണം. ഇൻറ്റു x² എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്നിൻ്റെ റിലേഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ റൂട്ട് എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം 1 ബൈ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് ഹാഫ്. അപ്പം മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 അതേ റിലേഷൻ പ്ലസ് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് 2x. ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എ റേസ് ടു എക്സ് ലോഗ് ഇ ടു ദ ബേസ് എ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് എ ഡിഫറൻഷ്യൽ. അപ്പം ഇത് 2 റേസ് ടു എക്സിൻ്റെ ആകുമ്പോൾ എന്താകും? 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് 2 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈസ് മൈനസ് സൈൻ എക്സ് മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എസ് ക്യൂബ് ഈസ് 3x റേസ് ടു എക്സ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 12x റേസ് ടു 12x minus 1 by 2 x raised to minus 3 by 2 plus 2 raised to x log e to the base 2 minus sin x minus 3x square. This is the answer. അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും ഉണ്ടെങ്കിൽ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാൻ ഓരോ ഈച്ച് ടേമിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. അത്രയേ ഉള്ളൂ. അടുത്തത് ഇനി പ്രൊഡക്റ്റ് ആണെങ്കിൽ അടുത്തത് പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം y ഈസ് ഈക്വൽ ടു
y ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ്. അപ്പം എക്സും സൈനും മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ പറയും യു വി മെത്തേഡ് എന്ന് പറയും. യു വി മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു പേര് പറയും പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. അതിനൊരു മെത്തേഡുണ്ട്, അതിന് പറയുന്ന പേരാണ് പ്രൊഡക്റ്റ് റൂൾ. അത് ഇങ്ങനെയാണ്, y ഈസ് ഈക്വൽ ടു യു വി ആണ്. യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, വി എന്ന് പറയുന്നത് അടുത്ത ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് യു എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതായത് y ഈക്വൽ ടു യു വി എന്നുള്ള ടേമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടേം അതേപടി എടുത്തെഴുതുക. ദെൻ അടുത്തത് രണ്ടാമത്തെ ടേമിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തെഴുതുക. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ടേം അതേപടി എഴുതുക, എന്നിട്ട് ആദ്യത്തെ ടേമിൻ്റെ ഡിഫറൻഷ്യൽ എഴുതുക. അതിൻ്റെ സമ്മേഷൻ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. ഡിഫറൻസിയേഷനിൽ പ്രൊഡക്റ്റ് റൂൾ. y ഈക്വൽ ടു യു വി ആണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. y ഈക്വൽ ടു എക്സ് സൈൻ എക്സ്. ദ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് യു, വി എന്ന് സൈൻ എക്സ് എന്ന് പറയുന്നത് വി. അപ്പം യു എന്ന് പറയുന്നത് എക്സ്, ഡി വി ബൈ ഡി എക്സ് സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? കോസ് എക്സ് പ്ലസ് വി ഈസ് സൈൻ എക്സ് ഇൻറ്റു ഇനി ഏതാണ് യുവിൻ്റെ ഡിഫറൻഷ്യൽ ഡി യു ബൈ ഡി എക്സ്. എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഈസ് 1 ആണല്ലോ. ഡി എക്സ് ബൈ ഡി എക്സ് 1. ദാറ്റ് ഈസ് ആൻസർ ഈസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ്. What is dy by dx? dy by dx is equal to first function, that is ഇത് x square into differential of second function, that is e raised to x ൻ്റെ e raised to x തന്നെ plus പിന്നെ ഏതാണ് second function, that is e raised to x, then differential of first function dy by dx of x square. x square ൻ്റെ എന്താണ് 2 into x raised to 2 minus 1. Answer is x square e raised to x plus e raised to x into 2x. This is the answer. ഒന്നോടെ മനസ്സിലാകാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. y is equal to cos x log x. എങ്ങനെ ചെയ്യാം? dy by dx is equal to first function, ഇത് u ഇത് v. First function cos x, differential of second function log x ന്റെ 1/x plus then അടുത്ത നെക്സ്റ്റ് ഫംഗ്ഷൻ രണ്ടാമത്തെ ഫംഗ്ഷൻ ലോഗ് സെക്കൻഡ് ഫംഗ്ഷൻ പിന്നെ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ cos x ന്റെ മൈനസ് sin x. That is equal to cos x by x minus log x sin x. This is the answer. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന യു വി ടേമിൽ തന്നു യുവും വിയും രണ്ട് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇനി അടുത്തത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ഈ ഫോമിൽ യു ബൈ വി ഫോമിൽ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനെ ഈ യു വൈ വി തന്നിരുന്നാൽ യു വൈ ബി മെത്തേഡിനെ, അതായത് ഇതിനെ ഈ ഡിവിഷൻ മെത്തേഡിനെ നമ്മൾ പറയും കോഷ്യൻ്റ് റൂൾ എന്ന് പറയും. ഈ കോഷ്യൻ്റ് റൂൾ ഇതാണ്. dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ മുകളിലും ഒരു ഫംഗ്ഷൻ താഴെയായിട്ട് തന്നിരുന്നാൽ താഴത്തേന്നുണ്ടല്ലോ വി, ഈ താഴെ കിടക്കുന്നത് അതേപടി എൻ്റെ സ്ക്വയർ എടുത്തെഴുതുക. എന്നിട്ട് മുകളിൽ എഴുതേണ്ടതാണ് അടുത്തിട്ട്. ആദ്യത്തെ മനസ്സിലായില്ല? ആദ്യത്തെ സ്റ്റെപ്പ് ഈ താഴെ തന്നിരിക്കുന്ന ഈ വിയെ അതേപടി എടുത്ത് അതിൻ്റെ സ്ക്വയർ കണ്ട് എഴുതുക. ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതുക. ദെൻ
താഴത്തെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ, താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ആദ്യം തുടങ്ങുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ ആ താഴെ കിടക്കുന്ന ഫംഗ്ഷൻ അതേപടി എടുത്തെഴുതി അതിൻ്റെ ഹോൾ സ്ക്വയറും കൂടെ എഴുതുക. അത് താഴെ തന്നെ എഴുതുക. ഇവിടെ താഴെ കിടക്കുന്ന എന്താണ് അതേപടി താഴെ എഴുതുക. ദെൻ അത് തന്നെ പിന്നെ എടുക്കുക. എന്നിട്ട് അത് ആദ്യം അങ്ങ് എടുത്തെഴുതുക, ഈ വി. ദെൻ ഇതിൻ്റെ ഡിഫറൻഷ്യൽ du/dx, ഇവിടെ മൈനസ്, അത് കഴിഞ്ഞ് മൈനസ് എഴുതുക. ദെൻ പ്രൊഡക്റ്റ് റൂളിലെ പോലെ അടുത്തെടുക്കുക, യു എടുക്കുക. ദെൻ dv/dx. മനസ്സിലായല്ലോ? ഇതാണ് കോഷ്യൻ്റ് റൂൾ. dy/dx ഈസ് ഈക്വൽ ടു v ഇൻറ്റു du/dx മൈനസ് u ഇൻറ്റു dv/dx ഡിവൈഡഡ് ബൈ v സ്ക്വയർ. ദിസ് ഈസ് ദ കോഷ്യൻ്റ് റൂൾ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. y ഈസ് ഈക്വൽ ടു sin x ഡിവൈഡഡ് ബൈ x. എങ്ങനെ കണ്ടുപിടിക്കാം? dy/dx ഈസ് ഈക്വൽ ടു, ആദ്യം ചെയ്യേണ്ടത് ഈ v, അതിനെ ആദ്യം സ്ക്വയർ അങ്ങ് എടുത്തെഴുതുക. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ മുകളിൽ ഇനി ബാക്കി നോക്കുക. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം. ആദ്യം അത് തന്നെ എടുത്തെഴുതുക, ഇത് തന്നെ v. അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ ഡിഫറൻഷ്യൽ എഴുതുക. ഏതാ? sin എക്സിൻ്റെ cos x, പിന്നെ മൈനസ്. ദെൻ അടുത്തതാണ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇനി അടുത്ത sin x, മുകളിൽ കിടക്കുന്നത് sin x ഇൻറ്റു താഴെ കിടക്കുന്നതിൻ്റെ ഏതാണ്? ഡിഫറൻഷ്യൽ dv/dx. അപ്പം എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഈസ് 1. ദെർഫോർ ആൻസർ ഈസ് s cos x മൈനസ് sin x ഡിവൈഡഡ് ബൈ x സ്ക്വയർ. റൈറ്റ്. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. y ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ s ക്യൂബ്. dy/dx ഈസ് ഈക്വൽ ടു, അത് എന്ത് ചെയ്യണം? ഈ v എന്ന് പറയുന്ന ടേമിൻ്റെ എസ് ക്യൂബിൻ്റെ ഹോൾ സ്ക്വയർ. അതാദ്യം അങ്ങ് എഴുതുക. ദെൻ മുകളിൽ എന്തെഴുതണം? ഫസ്റ്റ് ടേം ഏതായിട്ട് എഴുതണം? ഇത് താഴെ ആദ്യം തുടങ്ങുന്നിടത്തു തന്നെ എസ് ക്യൂബ്. ദെൻ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? d/dx ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ്. ദെൻ എന്താണ് അടുത്തത്? ഏതാണ്? ഈ എസ് സ്ക്വയർ പ്ലസ് 1 എഴുതണം. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു അടുത്തത് d/dx ഓഫ് എസ് ക്യൂബ്. that is equal to s cube into d/dx of s square plus 1 is ഏതാണ്? 2x. x സ്ക്വയറിൻ്റെ എങ്ങനെ എഴുതാം? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പം 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 ഈസ് 1. ദാറ്റ് ഈസ് 2x. 1ൻ്റെ ഡിഫറൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് 0. മൈനസ് s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു d/dx ഓഫ് എസ് ക്യൂബ്. എക്സ് റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു 2x മൈനസ് എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6. ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് കോഷ്യൻ്റ് റൂൾ. കോഷ്യൻ്റ് റൂൾ എന്ന് പറഞ്ഞാൽ u/v മെത്തേഡാണത്. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കുന്ന dy/dx ഈസ് ഈക്വൽ ടു താഴെ കിടക്കുന്ന ഈ ഫംഗ്ഷൻ, അതിനെ അതേപടി എടുത്തിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ എഴുതുക. എന്നിട്ട് എൻ്റെ മുകളിൽ ലൈൻ വരച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ നിന്ന് തന്നെ താഴെ തന്നെ തുടങ്ങുകയാണ്. ഇതിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ v ഇൻറ്റു അടുത്തതിൻ്റെ ഡിഫറൻഷ്യൽ, മുകളിൽ കിടക്കുന്നതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ്, ഇനി മുകളിൽ കിടക്കുന്ന v ഇൻറ്റു താഴെ കിടക്കുന്നതിൻ്റെ dv/dx. ഇവിടം ഏകദേശം ഒരു പ്രൊഡക്റ്റ് റൂളാണ്. തുടങ്ങുന്നത് വിയിൽ വെച്ചാണ്, യുവിൽ വെച്ചല്ല. മൈനസ് ആണെന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് റൂൾ നമ്മൾ ആദ്യം പഠിച്ച പ്രൊഡക്റ്റ് റൂൾ പോലെ തന്നെ തുടങ്ങുന്നത് വിയിൽ വെച്ചാണ്. പ്രൊഡക്റ്റ് റൂൾ തുടങ്ങുന്നത് നമ്മൾ യുവിൽ വെച്ചാണ് തുടങ്ങുന്നത്. അവിടെ മൈനസ് അല്ല, പ്ലസ് ആയിരുന്നു. ദെൻ താഴെ വി സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അടുത്തൊരു റൂളുണ്ട്, ചെയിൻ റൂൾ. Suppose y is equal to e raised to 2x. What is the value of dy/dx? y equal to e raised to 2x എന്നാൽ dy/dx എന്താണ്?
ഇനി നമുക്കറിയാം y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ആൻസർ എന്താണ്? dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഓൾസോ ഇ റേസ് ടു എക്സ് നമുക്കറിയാം. ദെൻ ഇ റേസ് ടു എക്സിന് പകരം ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ്? ഇ റേസ് ടു 2x ആണ്. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്, ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ നമുക്കറിയാം ഇ റേസ് ടു എക്സ് തന്നെയാണ് ആണല്ലോ. അതുകൊണ്ട് ഇവിടെ ഇ റേസ് ടു 2xനെ അതേപടി ഇ റേസ് ടു 2x എന്ന് തന്നെ എടുത്തെഴുതുക. എന്തുകൊണ്ടാണ്? ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു എക്സ് ആയതുകൊണ്ട് ഇ റേസ് ടു 2xൻ്റെയും ഇ റേസ് ടു 2x എന്ന് എഴുതുക. പക്ഷെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു 2x കിടപ്പുണ്ട്, എക്സിന് പകരം ഒരു 2x ഉണ്ട്. ഈ 2xനെ ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2xനെ ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ്? 2xനെ ഡി ബൈ ഡി എക്സ് ഓഫ് 2x ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റിനെ വെളിയിലെടുത്തു. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1. അപ്പം ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 ഈസ് എക്സ് റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ആൻസർ ഈസ് 2 ഇൻറ്റു ഇ റേസ് ടു 2x. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇ റേസ് ടു 2xൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇ റേസ് ടു 2xൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു 2x തന്നെ. അതിൻ്റെ കൂടെ ഈ 2xൻ്റെ ഡിഫറൻഷ്യൽ എന്താണോ കിട്ടുന്നത്, ഏതാ ടേമാണ് നമുക്ക് ഒരു ടേമിൽ ഡിഫറൻസ് ഉള്ളത്, ഇ റേസ് ടു എക്സും ഇ റേസ് ടു 2xുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഉള്ളത് ഇ റേസ് ടു 2xനാണ് ആണല്ലോ. ഇ റേസ് ടു എക്സിന് പകരം എക്സിന് പകരമുള്ള ടൈം ഏതാണ്? ഈ 2x ആണ്. അപ്പം 2xൻ്റെ ഡിഫറൻഷ്യൽ എടുത്തിട്ട് ആ ഡിഫറൻഷ്യലിനെ ഈ ആൻസറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ഒന്നുകൂടെ ചെയ്യാം, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? സൈൻ എക്സിൻ്റെ കോസ് എക്സ്. അപ്പം സൈൻ എക്സ് സ്ക്വയറിൻ്റേത് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി എക്സിന് പകരം എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പം എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 2x. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ ആൻസർ, 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുക അതുപോലെ. y ഈസ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4. ഡി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസിൻ്റെ എന്താണ്? മൈനസ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഇൻറ്റു നമ്മൾ എന്തെഴുതണം? ഈ ഭാഗത്തിൻ്റെ ഡിഫറൻഷ്യൽ എടുത്തിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2x സ്ക്വയറിൻ്റെ 2x പ്ലസ് 2xൻ്റെ 2. 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, 0. ദെയർഫോർ ആൻസർ ഈസ് എന്താകും? മൈനസ് 2x പ്ലസ് 2 മൈനസ് ഇവിടെ ഉള്ള മൈനസ് ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4. ദിസ് ഈസ് ദ ആൻസർ. ഇനി ഒരു പ്രോബ്ലം കൂടെ. y is equal to sin e raised to 2x. What is the value of dy by dx? dy by dx is sin x ൻ്റെ എന്താണ്? cos x, cos into e raised to 2x. പിന്നെ എക്സിന് പകരം ഇവിടെ എന്താണ്? e raised to 2x ആണ്. അപ്പം ഇൻറ്റു e raised to 2x ൻ്റെ ഡിഫറൻഷ്യൽ e raised to 2x തന്നെ. പക്ഷേ e raised to 2xന് e raised to x അല്ല, e raised to 2x ആണ്. അതുകൊണ്ട് 2x ൻ്റെ ഡിഫറൻഷ്യൽ ഒന്നോടെ എടുക്കണം. അപ്പം e raised to 2x ൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? 2x ൻ്റെ ഡിഫറൻഷ്യൽ ഈസ് 2. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore ആൻസർ ഈസ് 2 e raised to 2x ഇൻറ്റു കോസ് e raised to 2x. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം സൈൻ ഇൻറ്റു ഒരു ടേം തന്നിട്ടുണ്ടെങ്കിൽ അപ്പം സൈൻ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ അങ്ങോട്ട് എടുത്തെഴുതുക. അപ്പം എക്സിന് പകരം അതേ ടേം തന്നെ എടുക്കുക. അപ്പം എക്സ് വരെ ആകാൻ വേണ്ടി നമ്മൾ ഇനി ഇപ്പം ഈ എക്സാമ്പിളിൻ്റെ അകത്താണ് സൈൻ e raised to 2x. സൈനിൻ്റെ ഡിഫറൻഷ്യൽ
കോസ്. അതാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത് e⁻²x ആണ്. അതുകൊണ്ട് അതേപടി e⁻²x എഴുതി. ഇനി e⁻²x അല്ല, പകരം വരേണ്ടത് എന്താണ്? ജനറൽ ഫോർമുല x ആണ് വരേണ്ടത്. അപ്പോൾ e⁻²xന്റെ ഡിഫറൻഷ്യൽ എടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. e⁻²xന്റെ ഡിഫറൻഷ്യൽ എന്താണ്? e⁻²x ആണ്. e⁻²x ഇൻറ്റു 2 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് e⁻²x ഇൻറ്റു 2. എന്തുകൊണ്ടാണ് 2 വന്നത്? ഇവിടെ e⁻²x എന്ന് പറയുന്നത് എക്സിൻ്റെതാണ് e⁻²x. e⁻²x എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സും 2xും തമ്മിൽ വ്യത്യാസമുണ്ട് ആണല്ലോ. അപ്പം e⁻²xന്റെ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? e⁻²x ഇൻറ്റു ഈ 2xന്റെ ഡിഫറൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെയർഫോർ e⁻²xന്റെ ഡിഫറൻഷ്യൽ 2 ഇൻറ്റു e⁻²x. ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. Applications of derivatives. Applications of derivatives എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കർവിലെ മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ കാണാറ്. മാക്സിമം പോയിന്റ് ഏതാണ്, ഒരു കർവിലെ മിനിമം പോയിന്റ് എവിടെ ടച്ച് ചെയ്യുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു കർവ് ഞാൻ പറയാം. y = x² - x + 1 ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ മാക്സിമം പോയിന്റ് അല്ലെ മിനിമം പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കാണേണ്ടത് dy/dx കണ്ടുപിടിച്ചിട്ട് അത് =0 എന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ ആദ്യം അതിൻ്റെ dy/dx കാണുക, എന്നിട്ട് =0 എന്ന് കൊടുക്കണം. =0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കിട്ടുന്നതാണ് മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ മിനിമം പോയിന്റ്. ഇപ്പം ഈ ഫംഗ്ഷൻ തന്നെ ഞാൻ എടുക്കാം. y = s² - x + 1. ഇതിൽ dy/dxന്റെ വാല്യൂ എന്താണ്? dy/dx = 2x - 1 + 0 ആണല്ലോ. x²ൻ്റേത് x⁻n എന്ന് പറയുന്ന റിലേഷൻ, എക്സിൻ്റേതും x⁻n എന്ന് പറയുന്ന റിലേഷൻ, 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ dy/dx = 0 എന്ന് കൊടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാം? 2x - 1 = 0. Therefore, 2x = 1 and x = 1/2. This x = 1/2 is or maximum അല്ലെങ്കിൽ മിനിമം പോയിന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. മാക്സിമം പോയിന്റോ അല്ലെ മിനിമം പോയിന്റോ ഒരു ഫംഗ്ഷന്റെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഫംഗ്ഷന്റെ dy/dx എടുക്കുക, എന്നിട്ട് =0 കൊടുക്കുക. =0 കൊടുത്തിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത വേറൊരു ഫംഗ്ഷനും കൂടെ കാണിക്കാം. മാക്സിമം മിനിമം പോയിന്റ് കണ്ടുപിടിക്കുന്ന അങ്ങനെ. ഇനി y = s³/3 + 5s²/2 + 6x. ഇതിൻ്റെ മാക്സിമം പോയിന്റ് അല്ല മിനിമം പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം dy/dx കണ്ടെത്തണം. dy/dx = 1/3 × 3 × x⁻³ - 1 + 5/2 × 2 × x⁻² - 1 + 6. ഇതും കട്ടായി പോവും, ഇതും കട്ടായി പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dx = x² + 5x + 6 ആണല്ലോ. ഇനി ഇതിൻ്റെ മാക്സിമം പോയിന്റും മിനിമം പോയിന്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? dy/dx = 0 എന്ന് കൊടുക്കുക. അതായത് സ്ലോപ്പ് 0 ആണെന്നർത്ഥം. dy/dx = 0. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഈസ് 0, tan θ ഈസ് 0 ആൻഡ് θ ഈസ് ഈക്വൽ ടു 0. അതായത് ടാൻജന്റ് എങ്ങനെ ഇരിക്കും? ഹോറിസോണ്ടൽ ആയിരിക്കും. dy/dx ഈസ് 0. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? x² + 5x + 6 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x + 3 × x + 2 ഈസ് ഈക്വൽ ടു 0.
ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു -3 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -2. ഇതിൽ മാക്സിമം പോയിന്റ് ഏതാണ്, മിനിമം പോയിന്റ് ഏതാണ്, ഇതിൽ 2 പോയിന്റും എടുക്കണം. എല്ലാത്തും നമുക്ക് കറക്റ്റ് ഏതാണെന്ന് പിക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ d²y/dx² കാൽക്കുലേറ്റ് ചെയ്യണം. ഈ d²y/dx² എന്ന് പറഞ്ഞാൽ d/dx ഓഫ് dy/dx ആണ്. അതായത് നമുക്ക് കിട്ടിയ ഈ dy/dx എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ d²y/dx² സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിന്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ d²y/dx² കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. d/dx ഓഫ് ഏതാണ്, dy/dx കിട്ടിയ ആ വാല്യൂവിനെ ഒന്നോടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് x² + 5x + 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 2x + 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് d²y/dx² നമുക്ക് കിട്ടി. ഈ d²y/dx² കിട്ടിയ വാല്യൂസിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു -3 ആകുമ്പം എത്ര കിട്ടും, 2 × 2x + 5 ഈസ് ഈക്വൽ ടു 2 × -3 + 5 ഈക്വൽ ടു -1. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു -2 ആകുമ്പം 2x + 5 ഈസ് ഈക്വൽ ടു 2 × -2 + 5 ഈക്വൽ ടു +1. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് d²y/dx² എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമം പോയിന്റ് ആയിരിക്കും. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമവും, നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. അങ്ങനെയാകുമ്പം ഈ പോസിറ്റീവ് വാല്യൂ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു -3 എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം വാല്യൂ ആയിരിക്കും. ഒരു വാല്യൂ ഉള്ളെങ്കിൽ അത് ഒന്നെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കാനായിരിക്കും അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാനായിരിക്കും. ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് x² ടൈമിലുള്ളതാണ്, ഒന്നിൽ കൂടുതൽ 2 വാല്യൂസ് വരും. അപ്പം 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. d²y/dx² ഒന്നുമില്ല, dy/dxനെ ഒന്നോടെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൽ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂസ് എക്സിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യണം. എക്സിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് അതിൽ d²y/dx² പോസിറ്റീവ് വാല്യൂ കിട്ടുവാണെങ്കിൽ അതെന്ന് പറയുന്നത് മിനിമം പോയിന്റും, മൈനസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് മാക്സിമം പോയിന്റുമാണ്. ഇനി ആദ്യം പഠിച്ച പോയിന്റ് ഇതാണ്, dy/dx ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നെങ്കിൽ മാക്സിമമോ മിനിമമോ ആയിരിക്കാം. ഒരെണ്ണേ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒന്നെങ്കിൽ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം ആയിരിക്കാം. ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുന്ന ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ, നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് derivatives.